ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കൂടുതൽ നേരം ഒന്നും വേണ്ടാണ്ട് തന്നെ നല്ല സ്വാദിലുണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ദോശപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്, വറുക്കാത്തതായാലും ഉപയോഗിക്കാം. 2 കപ്പ് റവ, അതിന് 1 കപ്പ് തൈര്. ഇളം പുളിയുള്ള തൈരാണ് നല്ലത്, ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 15-20 മിനിറ്റ് വെക്കണം. കുറച്ച് വെള്ളവും വേണ്ടി വരും. ആദ്യം റവ ഒരു ബൗളിലേക്ക് ഇടാം. തൈര് ഒഴിക്കാം. കട്ട തൈരാണ്. ഒന്ന് ഇളക്കി ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. നല്ലോണം യോജിപ്പിച്ച് വയ്ക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ലൂസാവും. ഇപ്പോൾ അത്ര കട്ടിയിലാണ്. ഇനി അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ചട്നിയിലേക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള 2 തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ സബോള ഏതാകൃതിയിലും നുറുക്കാം, വഴറ്റി അരയ്ക്കാനുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി. സബോള വഴറ്റാം. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയിട്ട് ഒന്ന് സോഫ്റ്റായി കളർ മാറുമ്പോൾ തക്കാളി ചേർക്കാം. നാല് വറ്റൽമുളക്. മുളക് പൊടിയേക്കാളും ഈ വറ്റൽമുളകാണ് ഇങ്ങനത്തെ ചട്നിക്ക് സ്വാദ്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കാം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാറാൻ വയ്ക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അരയ്ക്കാം. ഇപ്പോൾ ഇത് കുതിർന്നു. വെള്ളവും തൈരും ഒക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 കപ്പ് നാളികേരം, 3 ഉള്ളി ഒന്ന് നുറുക്കിയിട്ടുണ്ട്, 4 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ഇനി അരയ്ക്കാം. മിക്സിയിൽ അരച്ചെടുത്ത മാവാണ്. ഇത്തിരി കട്ടിയിലാണ് അരച്ചേക്കണേ. ഇനി 1 ടേബിൾ സ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ജീരകം, അരക്കാൽ ടീസ്പൂൺ മാത്രം സോഡാപ്പൊടി. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ദോശമാവിൻ്റെ അത്ര ലൂസായിട്ടല്ല, ഇത്തിരി കട്ടിയിലാണ്. പാൻ ചൂടായി. ഓരോ കൂടുതലായിട്ട് ഒഴിച്ച് ദോശപ്പം ഉണ്ടാക്കാം. ഇത്തിരി നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വല്ലാണ്ട് പരത്തി ദോശ പോലെയല്ല, കട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ സ്പോഞ്ച് പോലെ വരും. ഇത് അടച്ചു വയ്ക്കാം. ഇനി തിരിച്ചിടാം. വേഗം വെന്തോളും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കണ്ട. ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ ചട്നിക്ക് വൈറ്റ് ചെയ്ത് ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, കട്ടിയിൽ തന്നെ അരയ്ക്കാം. അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കടുക് വറക്കാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി. 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് ചട്നിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നല്ല സ്വാദുള്ള ദോശപ്പവും തക്കാളി ചട്നി റെഡിയായി കഴിഞ്ഞു. ചട്നിയുടെ കൂടെ അല്ലെങ്കിലും ഈ ദോശപ്പം വെറുതെയും കഴിക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി നാളികേരപ്പാലിൽ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് അത് കൂട്ടിയിട്ടും കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ് പലഹാരമാണ്. ഓണത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.